ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് കേട്ടോ. അതായത് വിച്ചുവിൻ്റെ അമ്മയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നല്ല സാരിയൊക്കെ എടുത്ത് എവിടേക്ക് പോകാന്നല്ലേ, കല്യാണത്തിന് പോകാട്ടോ. ഇന്നൊരു കല്യാണമുണ്ട്. ഞാൻ ലാസ്റ്റ് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടാവും നമുക്ക് കോഴിക്കോട് ഒരു കല്യാണം ഉണ്ടെന്ന്. അതായത് റിലേഷൻ പറയുകയാണെങ്കിൽ വിച്ചുവിൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോൻ്റെ ഭാര്യയുടെ അനിയത്തിൻ്റെ കല്യാണം. ഓക്കെ, അപ്പം അതായത് വലിയച്ഛൻ്റെ മോൻ്റെ വൈഫിൻ്റെ അനിയത്തിയുടെ കല്യാണമാണ്. സോ അതിന് വേണ്ടി വന്നതാണ് കേട്ടോ നമ്മൾ കോഴിക്കോട്. ഇന്നലെ വന്നു. അപ്പോൾ ഇന്നലെ നമുക്ക് പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ പാർട്ടി കഴിഞ്ഞു. പാർട്ടി മീൻസ് നമ്മുടെ അവിടെ തലേ ദിവസത്തെ ഫംഗ്ഷൻ, ഇവിടെ പാർട്ടി എന്നാണ് ഇപ്പോൾ പറയാം. നമ്മുടെ അവിടെ പാർട്ടി ചിലപ്പോൾ റിസപ്ഷൻ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അതിൻ്റെ വ്ളോഗൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഷോർട്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, മിനി വ്ളോഗ് എടുത്തിട്ടുണ്ട്. നമ്മൾ വരുന്നതൊക്കെ ആയിട്ട് മിനി വ്ളോഗ്. അപ്പോൾ ഇന്ന് കല്യാണമാണ്. ഞാൻ എന്താ ഈ ഒരു എന്താ പറയുക, റോയൽ ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ എടുത്ത് കാണുന്ന ബ്ലൂ കളർ സാരിയാണ് ഞാൻ വെയർ ചെയ്തേക്കുന്നത്. ഈ ഒരു ബ്ലൗസ് നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും. ഞാൻ വിഷുവിന് ഈ ഒരു ബ്ലൗസായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പുതിയ സാരിയാണ്. ബ്ലൗസ് ഒരു വട്ടം ഇട്ടു കേട്ടോ. നല്ല ഭംഗിയുള്ള സാരിയാണ്. പിന്നെ ഇതിൻ്റെ ബ്ലൗസിൻ്റെ നെക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു ഡയമണ്ട് ഷേപ്പാണ്. അതുപോലെ തന്നെ ബാക്ക് ഇങ്ങനെയാണ് കേട്ടോ. വലിയൊരു ഓവൽ ഷേപ്പിൽ ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാരി ബനാറസി ആയി തന്നെ പെട്ടെന്ന് എടുത്ത് കഴിയും. ഞാൻ ജസ്റ്റ് 1 പ്ലീറ്റ് ഇടാന്നാണ് വിചാരിക്കുന്നത്. ഫുൾ പ്ലീറ്റ് ആക്കുന്നില്ല, ജസ്റ്റ് 1 ലെയർ ആക്കാന്നാണ് കേട്ടോ വിചാരിക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് മേക്കപ്പിലോട്ട് പോവാം. ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മേക്കപ്പ് കാണിക്കുന്നില്ല, കുറച്ച് ടിപ്സൊക്കെ കാണിക്കാം. മെയിനായിട്ട് ഞാൻ കല്യാണം കാണിക്കാമെന്നാണ് വിചാരിക്കണേ, എന്താണെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. സ്ഥിരം യൂസ് ചെയ്യുന്ന പോലെ ഫസ്റ്റ് ഞാൻ ഫ്ലിക്കയുടെ ഈ ഒരു പ്രൈമർ പ്ലസ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. കൺസീലറാണ് നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് ഞാൻ ഡാർക്ക് സർക്കിൾ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതാണെങ്കിൽ കറക്റ്റ് എൻ്റെ പെർഫെക്റ്റ് ഷെയ്ഡാണ് കണ്ടോ. അധികം യൂസ് ചെയ്യാൻ്റെ പേരില്ല. ഇപ്പോൾ അധികം എനിക്ക് ഡാർക്ക് സർക്കിൾ ഇല്ല. ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അപ്ലൈ ചെയ്യേണ്ട ഈ ഫൗണ്ടേഷനാണ്. ഇപ്പം ഞാൻ കണ്ണിൻ്റെ ചുറ്റും അപ്ലൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഐ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫേസിലോട്ട് പോകാമെന്നാണ് വെക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റും ഞാൻ മാക്സിമം ടാഗ് ചെയ്യാൻ നോക്കാം കേട്ടോ. എൻ്റെ കയ്യിലുള്ള ബ്യൂട്ടി ബ്ലെൻഡർ ഭയങ്കര കുഞ്ഞീതാണ് കേട്ടോ. ഞാൻ ഒരു സെറ്റിംഗ് പൗഡർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ കേട്ടോ. കൺസീലറും അതുപോലെ തന്നെ ഫൗണ്ടേഷനും അപ്ലൈ ചെയ്ത പോർഷനിൽ ഐ ഷാഡോ അപ്ലൈ ചെയ്യാം. അല്ല, ഔട്ടർ കോർണറിൽ ഞാൻ ഒരു ഡാർക്ക് ഷെയ്ഡും ഇന്നർ കോർണറിൽ ഞാനൊരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ അപ്ലൈ ചെയ്യാണ്. ഗ്ലിറ്റേഴ്സാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. കുറച്ച് ഗ്ലിറ്റർ ഞാൻ ഈ ഒരു കോർണർ ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ണിൻ്റെ താഴ്ഭാഗത്ത് ഞാൻ ഒരു ന്യൂഡ് ബ്രൗൺ ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ, ഐ ഷാഡോ. ഐബ്രോസ് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ഞാനാണെങ്കിൽ ത്രെഡ് ചെയ്തിട്ട് കുറച്ച് ആയിട്ടുണ്ട്. സോ ഒരു ഷേപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല ഹെയർ കുറവാണ് ഐബ്രോസിൽ. നെക്സ്റ്റ് നമുക്ക് ഐലൈനർ അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാനിവിടെ തൊട്ടിപ്പുറത്തൊരു മിറർ വെച്ചിട്ടുണ്ട്. മിററിൽ നോക്കി അപ്ലൈ ചെയ്യും, കാരണം എനിക്ക് ഫോണിൽ നോക്കി അപ്ലൈ ചെയ്യാനൊട്ട് അങ്ങനെ അറിയില്ല കേട്ടോ. ഞാൻ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്താലെന്ന് ആലോചിക്കുന്നുണ്ട്. ചിലപ്പോൾ വരച്ചിട്ട് കൂടി ഡാർക്കായിട്ട് വരികയും ചെയ്യും. ഞാൻ പറഞ്ഞില്ല, എഴുതി വരുമ്പോൾ അത് ഡാർക്കായി മാറും. അത് സ്വാഭാവികമാണ്. എനിക്ക് കുറച്ച് മസ്കാര അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ ഇന്ന് വിചാരിച്ചു കണ്ണിൽ ലെൻസൊക്കെ വെക്കാമെന്ന്. ലെൻസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ലെൻസ് വെച്ചില്ല. എന്താണെന്നറിയില്ല, എനിക്ക് ലെൻസ് വെക്കാനുള്ളൊരു
മൂടില്ല. ഐ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഫൗണ്ടേഷനാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഐ ഭാഗത്ത് മാത്രമാണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തത്. സോ ഫേസ് ഫുൾ നമുക്ക് ഫൗണ്ടേഷൻ ഡോട്ടായിട്ട് കുറച്ചായിട്ട് അപ്ലൈ ചെയ്യാം. ഫൗണ്ടേഷൻ ഫേസിൽ നെക്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ഇത് ബ്ലെൻഡ് ചെയ്യേണ്ടത് കേട്ടോ. നല്ല ഈസി ആയിട്ട് ഇത് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഫൗണ്ടേഷൻ ഒന്ന് സെറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി സ്പ്രേ യൂസ് ചെയ്യാം കേട്ടോ, ഫിക്സർ. എന്താ മമ്മ? എന്റെ കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ വേണം. ലിപ്സ്റ്റിക്, ഐ ഷാഡോ, ഐലൈനർ, മസ്കാര, സെറ്റിംഗ് പൗഡർ. ബ്ലഷ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പൗഡർ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ വിചാരിച്ചത് മേക്കപ്പിൻ്റെ കുറച്ച് സ്റ്റെപ്പ് മാത്രം കാണിക്കാമെന്നാണ്. എന്നിട്ട് ഞാൻ ഫുള്ള് കാണിച്ചെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അടിപൊളി ഹൈലൈറ്ററാണ്. ഇപ്പം തന്നെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഹൈലൈറ്ററാണ് കേട്ടോ. ഒരു നാച്ചുറൽ ഗ്ലോ വരും നമുക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഗിൽറ്റിൻ്റെ ആ ഒരു പാർട്ടിക്കിൾസ് ഇല്ല, ഇങ്ങനെ പൊടി അതൊന്നുമില്ല കേട്ടോ. ക്ലിയർ ആക്കി തരും ഫേസ്. നേരത്തെ പറഞ്ഞ പ്രൊഡക്റ്റ് ഞാൻ എല്ലാം ടാഗ് ചെയ്യാം കേട്ടോ. ഞാൻ അത് തന്നെയാണ് ഒന്നിൻ്റെ പേരെടുത്ത് പറയാത്തത്. ലൈൻ ചെയ്യാൻ കേട്ടോ. പെർഫ്യൂം അടിച്ചു കൊടുക്കാം കേട്ടോ. ഇത് എന്താ കസ്റ്റമൈസ്ഡ് ആണ്. ഗ്രീൻ ആപ്പിളാണ് കേട്ടോ പെർഫ്യൂം. ഞാൻ കൊടുക്കുന്ന പൊട്ട് മിസ്സിങ് ആണ്. സോ നമുക്ക് ഐലൈനർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പോരെ. ഇനി നമുക്ക് ജ്വല്ലറീസ് ഇടാം കേട്ടോ. ഇപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ബാംഗിൾസ് ആണ് ഇടുന്നത്. ഒരു കയ്യിൽ ഇതാ ഈ ഒരു ബാംഗിളും കാണുന്നില്ലേ, ഒരു കയ്യിൽ ഇതാ ഈ വളി. ഈ കയ്യിൽ ഞാൻ ഇതാണ് ഇടുന്നത് കേട്ടോ. ഇതിൽ ഇതിടാം. ഓ സീനാണോ? കുപ്പിയോടെ ചെറുതായിട്ട് ടൈറ്റ് ഉണ്ട് ഗൈസ്. പൊട്ടിയ പണിയായി. പൊട്ടല്ലേ. അയ്യോ. ഓക്കെ, ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ റെഡി ആയിട്ടോ. ലേറ്റ് ആകണ്ട വെച്ചിട്ട്. എനിക്കൊരു ഡൗട്ട്, ഈ ഒരു മാല മാച്ച് ഉണ്ടോ? ഇതിന് മാച്ച് ഉണ്ടോ? അങ്ങനെയില്ല കണ്ടിട്ട്. ഇവിടെ ആണെങ്കിൽ മിറർ, ഫുൾ സൈസ് മിറർ ഇല്ല. മാച്ച് ഉണ്ടോ നോക്കിയേക്കാം. ഒരു മാല കൂടി ഉണ്ട്. നെക്സ്റ്റ് മാല എൻ്റെ ഗോൾഡ് മാലയാണ് കേട്ടോ. ഇത് മൂന്നും കൂടി മാച്ച് ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇതാണോ മാച്ച് ഇല്ലാത്ത? ഈ ഗ്രീനാണ് മാച്ച് ഇല്ലാത്ത. ഗ്രീൻ ഓൾഡ് വണ്ണാണ്. വലിയ കുഴപ്പമില്ല തോന്നുന്നു. ചിലപ്പോൾ ഹെയറൊക്കെ കെട്ടി വന്നിട്ട് നമുക്ക് നോക്കി നോക്കാം കുറച്ചും കൂടി. അതായിരിക്കും ബെറ്റർ. എന്താ പറയുക, രണ്ടെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. അതും എനിക്ക് കൺഫ്യൂഷനാണ്, ഇത് ഇടണോ ഇതിടണോ എന്നുള്ളത്. ഹെയർ കെട്ടിയിട്ട് നോക്കാം കേട്ടോ. ഞാൻ ഹെയർ കെട്ടിയിട്ട് വരാം. നന്നായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ ഹെയർ ഒതുക്കി കെട്ടിട്ടോ.
എന്താണെന്നറിയില്ല, എനിക്ക് ഒതുക്കി കെട്ടാൻ തോന്നി. എന്നാലേ എൻ്റെ പിന്നെ ബ്ലൗസിൻ്റെ ഡിസൈനൊക്കെ 4 ആൾ കാണുള്ളൂ, അത് വേറെ കാര്യം. സിന്ദൂരത്ത് മുൻപൊട്ടു, കമ്മൽ ഇതായി ഒരു കുഞ്ഞ് ചുമിക്കാനിട്ടായിട്ടുണ്ട്, മാല ഇതും പിന്നെ താഴെ ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എൻ്റെ ഫുൾ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളിത് ആ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും വിച്ചുവിൻ്റെ അമ്മയും അച്ഛനും അതുപോലെ തന്നെ വിച്ചുവിൻ്റെ അമ്മമ്മയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഊബറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളത് ആ ഓഡിറ്റോറിയത്തിലെത്തി. അപ്പോൾ അവരുടെ ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ, ഗ്രൂപ്പ് ഫോട്ടോ. അതായത് സിസ്റ്റേഴ്സും അതുപോലെ തന്നെ ഫാമിലിയും കൂടി ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു. അഖിലേച്ചിയും ഏട്ടനും വാമിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്റ്റേജിൽ കയറി ഫോട്ടോ എടുത്തു കേട്ടോ. അത് പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല. നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ കുറച്ചധികം തിരക്കുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പം ഞാൻ അവരുടെ എല്ലാവരുടെയും ഫോട്ടോ എടുത്താണ്. ഇവിടെ വലിയമ്മ നിൽക്കുന്നുണ്ട്. ഇതാണ് വിച്ചുവിൻ്റെ കസിൻ ബ്രദറിൻ്റെ വൈഫ് അഖിലേച്ചിട്ട്. നിങ്ങൾ വ്ളോഗ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അഖിലേച്ചിയുടെ അനിയത്തിയുടെ കല്യാണത്തിനാണ് നമ്മൾ കോഴിക്കോട് വന്നിട്ടുണ്ടായിരുന്നത്. മൂപ്പരാൾ ആദ്യം വിചാരിച്ചത് ഫോട്ടോയെന്നാണ്. പിന്നെ മനസ്സിലായത് ഞാൻ വ്ളോഗിനുള്ള വീഡിയോ ആണ് എടുക്കണേന്ന് കേട്ടോ. പിന്നെ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫോട്ടോ ആരും എടുത്തില്ല, അതുകൊണ്ട് നമുക്ക് ഫോട്ടോ കിട്ടിയില്ല. അതുപോലെ വീഡിയോയിൽ ആഡ് ചെയ്യാൻ വീഡിയോ കിട്ടിയില്ല കേട്ടോ. പിന്നെ ചേച്ചീനെയും ചേട്ടനെയും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് അവിടുത്തെ ഡെക്കറേഷനും ഒക്കെ ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് കല്യാണം ഫീൽ ചെയ്തു. നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, കുറച്ച് വെറൈറ്റിയാണ് കേട്ടോ ഇവിടുത്തെ കല്യാണം. നിങ്ങൾ കണ്ടോ, ബാൻഡ് സെറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ മൊത്തത്തിൽ വെറൈറ്റി ആയിരുന്നു ചടങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു വ്ളോഗ് കല്യാണ വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇതൊരു കല്യാണത്തിന് പോകേണ്ട ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വ്ളോഗ് ആയിപ്പോയോ എന്നൊരു ഡൗട്ട് കേട്ടോ. കാരണം കൂടുതലും അങ്ങനത്തെ പോർഷൻസാണ് ഈ ഒരു വീഡിയോയിൽ. പിന്നെ നമ്മൾ സദ്യ കഴിക്കാനിരുന്നു. സദ്യയൊക്കെ നമ്മുടെ തൃശ്ശൂർ സദ്യനെക്കാട്ടും നല്ല ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഫുഡ് ഐറ്റംസിൻ്റെ ടേസ്റ്റിനൊക്കെ. പിന്നെ അപ്പം ഇത്രയേ ഉള്ളൂ വ്ളോഗ്. ഞാൻ പറഞ്ഞല്ലോ കല്യാണ വീഡിയോ കുറവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഞാൻ പ്രൊഡക്ട്സ് എല്ലാം ടാഗ് ചെയ്യാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. ബൈ.